വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടത് മൂലം കേരള സമൂഹത്തിൽ ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, മഞ്ഞളാങ്കുവേലി, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ നിൽക്കുന്നൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ റൂൾ തന്നെ പറയുന്നത് കോടതിക്ക് മുമ്പാകെ വിഷയം ഫ്ലോറിനകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് സഭക്കകത്ത് വന്നതുകൊണ്ട് ചെയർ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയം അനുവദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ അടിയന്തര പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ള സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ പീനൽ കോഡിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 598/2021 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. കേസിലെ പ്രതിയായ അർജുൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കി കട്ടപ്പന പോക്സോ പ്രത്യേക കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കട്ടപ്പന പ്രത്യേക പോക്സോ കോടതി കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവായിട്ടുണ്ട്. കോടതി വിധി പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികളും വകുപ്പ് തല നടപടികളും സ്വീകരിച്ചു വരികയാണ്. പ്രതിയെ വെറുതെ വിട്ട ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ സർക്കാർ ഫയൽ ചെയ്ത അപ്പീൽ ബഹുമാനപ്പെട്ട കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമായി കേരളം ഇതിനകം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പോലീസിനെ ജനസൗഹൃദമായി മാറ്റിയെടുക്കുന്നതിലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലും നമ്മുടെ പോലീസ് മുൻപന്തിയിലാണ്. തെളിയിക്കാൻ കഴിയാതെ കിടന്ന നിരവധി കേസുകളിൽ പഴുതടച്ചുള്ളി അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്ന മികവോടെ പോലീസ് പ്രവർത്തിക്കുന്നു. അടുത്തിടെയുണ്ടായ ചില കേസുകൾ പോലീസിൻ്റെ കുറ്റാന്വേഷണ മികവിൻ്റെ ഉദാഹരണങ്ങളാണ്. തെളിയിക്കപ്പെടാതെ കിടന്ന കേസുകൾ വരെ തെളിയിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഒരാക്രമണം പോലും നടക്കരുത് എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളിൽ ശക്തമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സമൂഹത്തോട് പ്രതിബദ്ധത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഇതിലൊരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ വിഷയമായി വരുന്നില്ല. ശ്രീ സണ്ണി ജോസഫ്. സർ, വണ്ടിപ്പെരിയാറിലെ നിഷ്കളങ്കയായ 5 വയസ്സുകാരി പിഞ്ചുകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തപ്പെട്ട നിഷ്ഠൂരവും നിന്ദ്യവുമായ കുറ്റകൃത്യത്തിലെ പ്രതിയെ നിരുപാധികം വിട്ടയച്ച കട്ടപ്പന പോസ്കോ കോടതിയുടെ 11/12/23 വിധിന്യായം കേട്ട് പൊട്ടിക്കരഞ്ഞത് ആ മകളുടെ മാതാപിതാക്കളും സഹോദരനും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നില്ല, പരിഷ്കൃത കേരളം ഒന്നാകെ ആ കരച്ചിലിൽ പങ്കാളികളാകുകയായിരുന്നു. സർ, നമുക്കറിയാം ആ വിധിന്യായം കേരള സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ്. ഒരു കുട്ടിക്ക് വേണ്ടി, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടി ജനിച്ചത്. വാളയാറിലെ സഹോദരിമാരുടെ ദാരുണമായിട്ടുള്ള കൊലപാതകം അത് എങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടുവോ ആ രൂപത്തിൽ തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പ്രതിക്കും രക്ഷ ഒരുക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകങ്ങൾക്കും അവർ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അവരെ രക്ഷിക്കുന്ന നടപടി തന്നെയാണ് പ്രോസിക്യൂഷനും അന്വേഷണ ഏജൻസികളും സ്വീകരിച്ചത് എന്നതും കേരളത്തെ നടുക്കിയ സംഭവം തന്നെയാണ്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 598/21 ആയി ബലാത്സംഗത്തിനും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിനും ചാർജ് ചെയ്യപ്പെട്ട 474/2021 കേസിൽ 11/12/23 വിധിവാചകങ്ങൾ ഈ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ
കളമൊരുക്കത്തക്ക വിധത്തിൽ കേസ് അന്വേഷണത്തിൽ വരുത്തിയിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളും പോരായ്മകളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 89 പേജ് വരുന്ന വിധിന്യായത്തിൽ. ചരക്കുളം ലയത്തിനുള്ളിലെ പൂജാമുറിയിൽ 5.5 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതു മുതൽ അന്വേഷണം വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ശക്തമായി നടത്തപ്പെട്ടത്. കുട്ടി കളിക്കുന്നതിനിടയിലാണ് കഴുത്തിൽ ഷാൾ കുടുങ്ങി മരണം എന്നതായിരുന്നു ആദ്യത്തെ പ്രചരണം. മരണത്തിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിന് ശേഷം പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് ചില ജനപ്രതിനിധികൾ തന്നെ വാദിക്കുകയുണ്ടായി. കുട്ടി ആദ്യം പരിശോധിച്ച ഡോക്ടർ തന്നെ ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളെ പൊളിച്ചു. കുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗങ്ങൾ ഉൾപ്പെടെ കാണപ്പെട്ട മുറിവുകളും പാടുകളും ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് SHO പീഡനവും കൊലപാതകവും അംഗീകരിച്ചത്. ആദ്യത്തെ FIR കേവലം അസ്വാഭാവിക മരണത്തിനായിരുന്നു. പിന്നീട് FIRൽ കൊലപാതകവും ലൈംഗിക പീഡനവും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു സാർ പ്രോസിക്യൂഷൻ കേസ്? 2019 ജൂണിൽ സ്കൂൾ തുറന്നതിന് ശേഷം പലതവണയായി ഈ പിഞ്ചുകുട്ടിയെ പ്രതി അവളുടെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. 36/21 ഉച്ച കഴിഞ്ഞ് 2:50 ഇരയുടെ സഹോദരൻ മുടിമുറിക്കാൻ പുറത്തുപോയ സമയം പ്രതി അർജുൻ കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടക്കുകയും TV കണ്ടുകൊണ്ടിരുന്ന 5.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യുകയും അതിൽ കുട്ടി ബോധരഹിതയാവുകയും വിവരം കുട്ടിയെ പുറത്തു പറയും എന്ന് ഭയന്ന് അലമാരയിൽ നിന്ന് ഷാൾ എടുത്ത് ഒരറ്റം കുട്ടിയുടെ കഴുത്തിലും മറ്റേ തല തൂങ്ങിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് കയറിലും കിട്ടി തൂക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സംഭവത്തിൽ ദൃക്സാക്ഷികളില്ല. എന്നാൽ ശക്തമായ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചും കോടതിയിൽ സമർപ്പിച്ചും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. 4ാം സാക്ഷി സഹോദരൻ മുടിമുറിക്കാൻ പോകുന്ന സമയത്താണ് കൊലപാതകം തന്നെ. ആത്മഹത്യ എന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. കോടതി അത് തള്ളി. വിധിന്യായത്തിലെ പേജ് 37 പാര 66 എന്താ പറയുന്നത്? I am of the view that a child of such a tender age cannot even think of committing suicide after locking the room. So the chances of suicidal hanging is ruled out in this case. ആത്മഹത്യ എന്നുള്ളത് കോടതി തള്ളി. ഇനി വേറെന്താ? ഇതൊരു ഹോമിസൈഡൽ മർഡറാണ്, ഇത് കൊലപാതകം തന്നെയാണെന്ന് കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സാർ, കുട്ടിയുമായി പ്രതിക്ക് അടുപ്പമുണ്ടായിരുന്നു. ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. ഫോൺ ഉപയോഗത്തിന് കൊടുത്തിരുന്നു. അന്നേ ദിവസം തന്നെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. ഡയറി മിൽക്കും മഞ്ചും വാങ്ങിയിരുന്നു. ഷോപ്പ് ഉടമകൾ ഈ കാര്യം കോടതിയിൽ 164-ാം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. CRPC 164 അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റിൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ തെളിയിക്കാൻ ഈ ഷോപ്പ് ഉടമകളെ സാക്ഷികളാക്കുകയോ വിസ്തരിക്കുകയോ ചെയ്തിരുന്നില്ല. അത് വിധിന്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ, സംഭവ സ്ഥലത്ത് പോലീസ് എത്തുക. സംഭവം ഉണ്ടായ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ്. ആദ്യത്തെ 30-ാം തീയതി ഉച്ചയ്ക്ക് സംഭവം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുന്നത്. അത് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്ത് എത്തിയതിനു ശേഷമോ അവിടെ തൊണ്ടി മുതലുകൾ ശേഖരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പൂജാമുറിയിൽ അവിടെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ടവൽ ഉണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ശേഖരിക്കുന്ന അന്നത്തെ ദിവസം ശേഖരിച്ചില്ല. 1-ാം തീയതി ശേഖരിച്ചില്ല. 3-ാം തീയതിയാണ് തൊണ്ടി മുതലുകൾ ശേഖരിക്കുന്നത്. ആ തൊണ്ടി മുതലുകൾ ശേഖരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള കാലതാമസം വന്നു. ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ തൊണ്ടി മുതലുകൾ ശേഖരിക്കുമ്പോൾ തന്നെ അത് സീൽ ചെയ്ത് ശേഖരിക്കണം. എന്നാൽ മറിച്ച് ഇത് പാക്ക് ചെയ്യുകയോ സീൽ ചെയ്തിട്ടില്ല. പാര നമ്പർ വിധിന്യായത്തിൽ 86-ാം പാരയാണ്. 1/7 എടുത്തിട്ടില്ല. 3/7 തൊണ്ടി മുതലുകൾ എടുക്കുന്നത്. 7/7 വരെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശം തന്നെ സീൽ ചെയ്യുകയോ പാക്ക് ചെയ്യുകയോ ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കൈവശത്തിൽ സൂക്ഷിച്ചു. ഇത് കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? ഈ ഷാൾ അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് കേസ്, പ്രോസിക്യൂഷന്റെ കേസ്. ഈ അലമാര ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചിട്ടില്ല. ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ ഇല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവിടെ ഫിംഗർ പ്രിന്റ് ലഭിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിനെ സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല. ഇത് വിധിന്യായത്തിന്റെ വാക്കുകളാണ് സാർ. ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കൊടുത്ത കത്ത് കോടതിയിൽ ഒരു രേഖയായിട്ട് സമർപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂജാമുറിയിൽ കൊലപാതകം. പോലീസിന്റെ കേസ് എന്താണ്? വാതില് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തെത്തി 1-ാം തീയതി സംഭവസ്ഥല മഹസർ തയ്യാറാക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു, കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, ആ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കതക് ലോക്ക് ചെയ്തിരുന്നു. ജനലിലൂടെയാണ് പ്രതി ചാടി രക്ഷപ്പെട്ടത്. ആ ജനൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഷയിൽ ആ ജനൽ
അടച്ചു കിടക്കുന്ന ജനലാണ്. അടഞ്ഞു കിടക്കുന്ന ജനലിലൂടെ എങ്ങനെ പ്രതി പുറത്തിയാടും? അത് മറികടക്കുന്നതിന് വേണ്ടി പിന്നീട് 17-ാം സാക്ഷിയെ വിസ്തരിക്കുകയും 17-ാം സാക്ഷി പറയുന്നു ജനൽ ഭാഗികമായിട്ട് തുറന്നായിട്ടിരുന്നത്. അത് കോടതിക്ക് വിശ്വാസമായില്ല. പ്രതിഭാഗം എന്താ പറഞ്ഞത്? പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള അന്വേഷണ നടപടികളാണ് സ്വീകരിച്ചത്. സാർ അസാധാരണമായിട്ടൊരു സംഭവം. പോലീസാണ് അന്വേഷിക്കുന്നത് സാർ. പോലീസിന്റെ വീഴ്ചകൾ തന്നെയാണ് സാർ. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്താണ് സാർ? പേജ് നമ്പർ 72 വിധിന്യായത്തിൽ അതിലൊരു പ്രത്യേക പേജുകളാണ് ഡിഫെക്ട്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണത്തിലെ അപാകതകളാണ് കോടതി അന്വേഷണത്തിലെ അപാകതകളാണ് അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്താണ്? The investigating officer inspected the place of occurrence only on the next day of the incident at noon and hence failed to collect all first-hand evidence available in the spot. The evidence of investigating officer shows that when he visited the occurrence on 17/21, he noticed Exhibit P10 that the particular window through which the accused jumped was locked. Thereafter, PW17 was made as a witness to prove that the said window was laying slightly open after the incident. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ജനൽ പൂട്ടിയിട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ജനൽ തുറന്നാ കടന്നതെന്ന് ഒരു സാക്ഷിയെ വിസ്തരിക്കുന്നു. ഇനി അടുത്തത് എന്താണ് സാർ? He is trying to escape from such a serious lapse happened on his part by merely giving an evasive reason that the fingerprint expert told him that there is no chance for obtaining chance of fingerprint from the place of occurrence. വിരലടയാള വിദഗ്ധനെ ഒരു സാക്ഷിയായി വിസ്തരിക്കുകയോ ആ റിപ്പോർട്ട് ശേഖരിക്കുകയോ അദ്ദേഹം കൊടുത്തതായി പറയപ്പെടുന്ന കത്ത് കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള മുടന്തൻ ന്യായത്തെ മുട്ടിശാന്തിയുമാണ് സാർ കോടതി എതിർക്കുന്നത്. അവസാനമായിട്ട് എന്താണ് സാർ? Thus I find, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. Thus I find that adopting lethargic attitude throughout the investigation and unscientific way of collecting of evidence without showing the shrewdness and intelligence reasonably expected from an investigating officer seriously affected the prompt and timely collection of evidence. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ പാലിക്കേണ്ട ബുദ്ധിപരമായിട്ടുള്ള നിലപാടുകളോ സത്യസന്ധതയോ പാലിക്കാതെ ഈ കേസിൽ പ്രതിയെ സഹായിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായ രൂപത്തിൽ അന്വേഷണമാണ് നടത്തിയത്. നമുക്കെല്ലാം അറിയാം സാർ. ഇന്നലെ ഏതായാലും ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പോയി ആ കുടുംബത്തിന് ഒരു സംഖ്യ സഹായം നൽകി. കുടുംബസഹായം പാർട്ടിയുടെ പേരിൽ നൽകി. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് സാർ? 21 ജൂൺ മാസത്തിൽ നടന്ന സംഭവത്തിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് അവിടെ പോകാൻ തോന്നിയത് 2024 സഹായധനവുമായിട്ട് പോയത്. ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗം ഞാൻ TV-യിൽ കേട്ടു. അദ്ദേഹം തന്നെ പറയാണ് പ്രതി മാർക്സിസ്റ്റുകാരനാണ്, പ്രതിയുടെ പിതാവ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പ്രതി റെഡ് വോളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയറാണ്, പ്രതി ഡിവൈഎഫ്ഐക്കാരന്, പ്രതിയുടെ പിതാവ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ആ പ്രതിയെ സഹായിക്കാനാണ്, ഈ ഭരണകക്ഷി അംഗമായ പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കേസിൽ കൃത്യവിലോപമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതിയെ സഹായിക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. വളരെയേറെ പ്രതിഷേധമാണ് സാർ. പണം കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ രക്തത്തിന് വിലയാകുമോ? ആ കുട്ടിയുടെ ജീവന്, മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അത് പരിഹാരമാവോ സാർ? അതുകൊണ്ട് ഈ കേസ് അന്വേഷണം തികച്ചും ഏകപക്ഷീയമായിട്ടാണ് നടന്നത്. പ്രോസിക്യൂഷൻ സത്യത്തിൽ ഒരു കേസ് വിസ്തരിക്കുമ്പോൾ, സാക്ഷി വിസ്തരിക്കുമ്പോൾ കോടതി പറയാറുണ്ട് ഒരു പർട്ടിക്കുലർ വിറ്റ്നസ് പ്രതിഭാഗം ചേർന്നാൽ ആ പർട്ടിക്കുലർ വിറ്റ്നസിനെ വേണമെങ്കിൽ ഡിക്ലയർഡ് ഹോസ്റ്റൈൽ പ്രതിഭാഗം ചേർന്നായിട്ട് പ്രഖ്യാപിക്കാം. Here the entire prosecution should be declared hostile. Yes, please. മുഴുവൻ പ്രോസിക്യൂഷൻ മുഴുവനായും അന്വേഷണ ഏജൻസികൾ മുഴുവനായും പ്രതിഭാഗം ചേരുന്നത് the entire state. Yes, please. സ്റ്റേറ്റിന്റെ കടമ എന്താണ്? ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ്. അവിടെ കുട്ടികളുടെ മാനം സംരക്ഷിക്കുകയാണ്. അതിനാണ് അന്വേഷണ ഏജൻസികൾ പോലീസ് എങ്കിൽ അത് പ്രതികളെ സഹായിക്കുന്ന തരംതാണ നിലയിലേക്കുള്ള അന്വേഷണമാണ് നടന്നതെന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ള കേസുകളിൽ കുറ്റകരമായിട്ടുള്ള അന്വേഷണം നടത്തിയതിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ ഇത്രയും ദിവസങ്ങൾ നടന്നിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല സാർ. ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കുകയും ഈ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് അടിയന്തര ഗൗരവമുള്ള വിഷയമാണ്. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, ഇവിടെ അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്.
നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു കോടതി വിധിയാണിത്. സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വിധിയായാണ് ഈ കോടതി വിധി വന്നത്. കാരണം മിക്കവാറും എല്ലാ കേസുകളിലും വളരെ ഫലപ്രദമായി കോടതിയിൽ കാര്യങ്ങൾ എത്തിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള വിധി, ശിക്ഷാവിധി കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ 2022 രജിസ്റ്റർ ചെയ്ത 464/2022 കേസിൽ 3 പ്രതികൾക്ക് ദേവികുളം പ്രത്യേക പോക്സോ കോടതി 90 വർഷത്തെ കഠിന തടവിനാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ അന്വേഷണ മികവും കുറ്റവാളികളെ കണ്ടെത്തലും കോടതിയിൽ നിന്ന് കൃത്യമായി ശിക്ഷ ഈ പ്രതികൾക്ക് വാങ്ങിക്കൊടുത്തതുമെല്ലാമുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ വണ്ടിപ്പെരിയാർ കേസിൽ സംഭവിച്ചിട്ടുള്ളത് തീർത്തും നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അതിൽ ആദ്യം ചെയ്യാനുള്ളത് ആ കേസ് സംബന്ധിച്ചുള്ള വിശദമായ അപ്പീൽ കൊടുക്കലാണ്. ആ അപ്പീൽ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ പരിഗണനയിലിരിക്കുകയാണ്. അത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. മറ്റൊരു ഭാഗമാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത്, കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്. ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട്, വീഴ്ചകൾ അത് പൊറുപ്പിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. അത്തരം വീഴ്ചകളോ ക്രമക്കേടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി തന്നെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമെന്നാണ് ഉറപ്പ് നൽകാനുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇതിന് പ്രതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായമോ പ്രതിയുടെ അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടോ ഒന്നും ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നതല്ല. ഗവൺമെൻറ് മുന്നിൽ ഹതഭാഗ്യയായ ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നമാണ്. ആ കാര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ സർക്കാർ തയ്യാറാകും എന്നതുകൂടി പറയാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് ബഹുമാനായ ഈ പ്രശ്നം ഉന്നയിച്ച അംഗത്തോട് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട കർക്കശ നടപടിയിലേക്കും സർക്കാർ നീങ്ങും എന്നുകൂടിയാണ് പറയാനുള്ളത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ കേരളം മുഴുവൻ അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കും. ഇതിലെ വിശദാംശങ്ങൾ, സർ, ജസ്റ്റിസ് ഷാൽ ബി ഡൺ ഈവൺ ഇഫ് ദ ഹെവൻസ് ഫോൾസ് എന്നാണ് പറയുന്നത്. ക്രിമിനൽ നിയമത്തിൻ്റെ ഇതാണ്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ വൺ, ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. അതാണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ, പ്രോസിക്യൂഷൻ നടപടികളുടെ സ്റ്റേജിൽ, എല്ലാ സ്റ്റേജിലും മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് യാതൊരുവിധ, നമുക്കറിയാമല്ലോ, സാക്ഷിമൊഴികളില്ലാത്ത, ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൂരമായ ഒരു ഹീനകൃത്യം തെളിയിക്കപ്പെടുന്നത്. അത് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും ആദ്യ ദിവസം മുതൽ അടക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. എല്ലാം തുടക്കം മുതൽ തന്നെ
ആദ്യം വ്യാപകമായ പ്രചരണമാണ്, ആത്മഹത്യയാണെന്ന് പറഞ്ഞ പ്രചരണമാണ്. സർ, ആശുപത്രികളിൽ നിർബന്ധിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പ്രതി കൂടെ ഉണ്ട്. ഈ പ്രതി ഉറക്ക നിലവിളിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഈ പ്രതി കിടന്ന് നിലവിളിക്കുകയാണ്. അതിൻ്റെ കൂടെ ജനപ്രതിനിധികളായ ആളുകളും കുറേ പേര് വന്നിട്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത്. ലജ്ജിപ്പിക്കുന്ന സംഭവം. എന്നിട്ട് ഈ പ്രതിയാണ് ഈ ബോഡി ഏറ്റുവാങ്ങുന്നത്. ഈ വീട്ടിൽ വീണ്ടും വരികയാണ്. അതാണ് ഒരു സുപ്രധാനമായ തെളിവ് സി സണ്ണി ജോസഫ് പറഞ്ഞത്. ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ ജനലയുടെ വാതിൽ കൂടിയാണ് പ്രതി രക്ഷപ്പെട്ടത്. രണ്ടാമത് പ്രതി വീടിനകത്ത് കയറി ജനലട കൊളുത്തിട്ടുണ്ട്. അപ്പൊ പോലീസ് കൊടുത്ത മൊഴി എന്താ? പോലീസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ജനലട കൊളുത്തിട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ പ്രതിക്ക് അകത്ത് കയറാനുള്ള യാതൊരുവിധ സാധ്യതകളും തെളിവ് ഇല്ല. ഇവൻ വീണ്ടും ഈ വീട്ടിൽ നടക്കുകയാണ്. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടും ഈ പ്രതി നടക്കുകയാണ്. പ്രതി തന്നെ ജനലട കൊളുത്തിടുകയാണ്. അപ്പൊ ജനൽ പൂട്ടിക്കിടക്കുന്നു എന്നിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുകയാണ്. ഈ പ്രതിയെ കൃത്യമായ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ ജനൽ അടച്ചെന്നുള്ള കൃത്യമായ വിവരം കിട്ടുമായിരുന്നു. പോലീസിന് അതറിയാം. അറിഞ്ഞിട്ടും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യുകയായിരുന്നു സാർ. മനഃപൂർവ്വമായ ശ്രമമാണ് നടത്തിയത്. നമുക്കറിയാലോ. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ പിതാവും അതിൻ്റെ മുത്തച്ഛനും ആക്രമിക്കപ്പെട്ടു. ഈ വിധി വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഹീനമായ കേസ് എന്ന് പറയുന്നത് ഉന്നാവോയിലെ കേസാണ്. ഉന്നാവോയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പ്രതികൾ തീ കൊളുത്തി കൊന്നു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ തടവറയിൽ കിടന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്ന് മരിച്ചു. അതിനുവേണ്ടി ഇവർക്ക് ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സജീവമായി കോടതിയിൽ പോയിക്കൊണ്ടിരുന്ന 2 ബന്ധുക്കൾ ദുരൂഹമായ സാഹചര്യത്തിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇനിയില്ല, കേസില്ല. അതുപോലെ ഈ കേസ് വെറുതെ വിട്ടതിന് ശേഷം ഈ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയൊക്കെ ആക്രമിക്കുകയാണ്. സാർ, ആക്രമിച്ച പ്രതി എങ്ങോട്ടാണ് സാർ ഓടി കയറിയത്? ഇവിടെ പാർട്ടി ഓഫീസിലേക്കാണ് കയറിയത്, CPM പാർട്ടി ഓഫീസിലേക്ക്. വാർത്തകൾ വന്നാണ് കൃത്യമായിട്ട്. സാർ, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നടന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, മഹിളാ സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ ഇതര സംഘടനകൾ എല്ലാം ഈ സംഭവത്തിൽ സമരം ചെയ്തു. സാർ, ഞങ്ങളെ സമരം പോകുമ്പോൾ ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ വന്നു. എന്താണ്? CPMകാർ വാരിക്കുന്തവും ബിയറിന്റെ കുപ്പികളുമായി പിടിച്ച് നിൽക്കുന്ന പടം. ഇന്നലെ ഇവിടെ ആരോ പ്രസംഗിക്കുന്നത് കേട്ട്, സാർ, CPക്കെതിരായിട്ട് വാരിക്കുന്തവുമായി സമരം ചെയ്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ശരിയാണ്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാരിക്കുന്തവുമായി കാവൽ നിൽക്കുന്നത് ഈ പ്രതിയെ സംരക്ഷിക്കാനാണ് സാർ. അതിലെ ചിത്രം വാരിക്കുന്തമായി നിൽക്കുകയാണ്, ബിയറിന്റെ കുപ്പിയാണ് വലിച്ചെറിഞ്ഞത്. എന്നിട്ട് ഈ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ലേ? ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നാട്ടിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധിച്ച ആളുകളെ ആക്രമിക്കാനാണ് പാർട്ടിക്കാർ തുനിഞ്ഞത്. അവരാദ്യം മുതലേ ഇതിനെ സഹായിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമാണ്. ഞാൻ ഈ കേസുണ്ടായ ഉടൻ തന്നെ അവിടെ സന്ദർശിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം. ഇത് വാളയാറിലെ സംഭവത്തിന്റെ തുടർച്ചയായി മാറരുത്. എന്താണ് സാർ? അട്ടപ്പാടിയിലും മുഖ്യമന്ത്രി ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിലെ പോലീസിന്റെ എല്ലാം അവരുടെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അട്ടപ്പാടിയിൽ എന്താണ് സാർ സംഭവിച്ചത്? ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനമായി വിശപ്പ് കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ച ഒരുത്തനെ കൂട്ടക്കൊല ചെയ്തു ഇല്ലേ? ഒരു ആദിവാസി പയ്യന്. അത് ചിത്രം നമ്മളെ വേട്ടയാടുകയാണ്. നമുക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല ആ പയ്യന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ. വാളയാറിൽ 9 വയസ്സും 13 വയസ്സുകാരിയുമായ പെൺകുട്ടികളെ ഇതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയില്ലേ സാർ? ആ കേസൊക്കെ എവിടെ പോയി? ആ കേസിനൊക്കെ എന്ത് സംഭവിച്ചു? ആ കേസിലൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ്, പാർട്ടിക്കാർ, പ്രവർത്തകരുണ്ടായി കേസിലെല്ലാം. അട്ടപ്പാടിയിലെ കേസിലും വാളയാറിലെ കേസിലും. എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നടപടികളാണ്. അപ്പോൾ പാർട്ടിക്കാർ എത്ര ഹീനകൃത്യം ചെയ്താലും അവരെ നിങ്ങൾ സംരക്ഷിക്കും. എന്ത് വില കൊടുത്ത് സംരക്ഷിക്കും? മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും വലിയ കമന്റ്സ് ഈ ഉദ്യോഗസ്ഥനെതിരെ. സണ്ണി ജോസഫ് അവസാനം വായിച്ച ഒരു വാക്കുണ്ടല്ലോ, ഒരു വാചകം. എന്താണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? Thus I find that adopting lethargic attitude throughout the investigation, an unscientific way of collecting of evidence without showing the sureness
and intelligence reasonably expected from an investigating officer seriously affected the prompt and timely collection of evidence in this case. Sir, എന്നിട്ട് ഇതിൽ കൂടുതൽ ഒരു ജഡ്ജ്മെന്റിൽ എങ്ങനെയാണ് സാർ വരുന്നത്? എന്നിട്ട് അക്കമിട്ട് ഏതെല്ലാം ഫോറൻസിക് എവിഡൻസിന്റെ അഭാവമാണ്, ഏതെല്ലാം സാഹചര്യ തെളിവുകളുടെ അഭാവമാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ്. സർ, എവിഡൻസ് ആക്ടിന്റെ ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണോ നിങ്ങൾ ഇതുപോലത്തെ കേസിൽ അന്വേഷിക്കാൻ വിട്ടത്? സീൽ ചെയ്യാതെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. സീൽ ചെയ്യാതെ ഒരു സംഭവം നടന്ന പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്ന് ഒരു തെളിവ് ശേഖരിക്കുമ്പോൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ചില ആദ്യ പാഠങ്ങളുണ്ട്. അതറിയാത്ത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആണോ നിങ്ങളുടെ SHOമാർ? ആണോ? അറിയാൻ പാടില്ലായിട്ടല്ലോ, അറിയാൻ പാടില്ലായിട്ടല്ല അവർ ആദ്യത്തെ കേസിലല്ലോ അന്വേഷിക്കുന്നത്. അവിടെ നിന്ന് അത് സീൽ ചെയ്തില്ല, അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ശേഖരിച്ചിട്ടില്ല. തൂക്കിക്കൊല്ലാൻ തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ ആദ്യം പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ തൂങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊന്നാൽ രക്തം, മലമൂത്ര വിസർജനം എന്നിവയുടെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അന്നത്തെ ദിവസം പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ വീട്ടിൽ പോകുന്നില്ല, പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ അതാണ് ലെഥാർജിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് പോലീസിനെ പ്രശംസിക്കുകയാണ്. ഈ നാടിന് മുഴുവൻ അപമാനമല്ലേ സർ? നാടിന് മുഴുവൻ അപമാനം. 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ പോലീസ് ഇതുപോലെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എവിടെയാണ് സാർ നീതി കിട്ടുന്നത്? എവിടെയാണ് നീതി കിട്ടുന്നത്? ഈ നാട്ടിൽ എവിടെ നീതി കിട്ടും? അപ്പൊ അട്ടപ്പാടിയും വാളയാറും അത് തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ആവർത്തിക്കപ്പെട്ടത്. നിങ്ങളിപ്പോ നടപടിയെടുക്കുന്നൊക്കെ പറഞ്ഞു. ഡിസംബർ 14-ാം തീയതി ജഡ്ജ്മെന്റ് വന്നതല്ലേ? ഡിസംബർ 14-ാം തീയതി ജഡ്ജ്മെന്റ് വന്നതല്ലേ? ഇന്ന് എത്രയാ തീയതി? 1-ാം തീയതി. എത്ര 1.5 മാസം കഴിഞ്ഞ് നിങ്ങൾ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അപ്പീൽ കൊടുത്തെന്ന് പറഞ്ഞു. ഇതേ എവിഡൻസുമായിട്ടല്ല അപ്പീൽ പോകുന്നത്, ഇതേ എവിഡൻസ് ആയിട്ടല്ല അപ്പീൽ പോണത്. ഇതിന് മുമ്പ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു വിദേശ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കേസ്. അത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ലേ? റീഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ തെളിവുകൾ വെച്ച് കൊടുത്തില്ലേ? അപ്പോഴല്ലേ അത് ശിക്ഷിച്ചത് ആ കേസിൽ, ഒരു വിദേശ പെൺകുട്ടിയുടെ കേസിൽ. അപ്പോ അപ്പീൽ പോകുന്നത് മാത്രമാണ് നടപടി. നിങ്ങൾ എന്ത് നിയമ നടപടികളാണ്, എന്ത് നിയമോപദേശമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? അപ്പൊ ഇതേ കേസുമായിട്ട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്, അപ്പീലുമായിട്ട്, ഇതേ എവിഡൻസുമായിട്ട്. ഈ എവിഡൻസും ഈ ജഡ്ജ്മെന്റുമായി വെച്ചാൽ എന്ത് നീതി കൊടുക്കാൻ പറ്റും ആ കുടുംബത്തിന്? എന്ത് നീതി കൊടുക്കാൻ പറ്റും? അപ്പോൾ ഒരു റീഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറായില്ല. നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവ്വമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി 1-ാം പ്രതി സർക്കാരാണ്. 1-ാം പ്രതി സാർ, സർക്കാരിൻ്റെ ഈ അലംഭാവത്തിലും ഈ നിസ്സംഗതയിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. വളരെ അധികം സങ്കടകരമായ ഒരു കൊലപാതകം, 5 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം. സർ, അതിൽ അന്വേഷണവും അതുപോലെ തന്നെ തെളിവ് ശേഖരണവും ശരിയല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായ സാഹചര്യത്തിൽ സർ, വകുപ്പ് തല അന്വേഷണം നടത്തി വേണ്ട നടപടിയെടുക്കാൻ താമസിക്കേണ്ട ഒരു കാര്യമില്ല സർ. അത് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിൽ ഈ ഇത്തരം ഒരു താമസത്തിൻ്റെ കാര്യമില്ല. കാരണം സർ, ഏറെക്കുറെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ ഇവിടെ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്. ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ ക്വിക്കായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കരുതിക്കൂട്ടി ചെയ്യാണ്ട് ഇരുന്നു എന്നാണ് ഈ ഇവിടെ നടന്ന ചർച്ചയിൽ തന്നെ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാലതാമസം ഉണ്ടാക്കുന്നത് അതിലേറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് സർ. ഈ സങ്കടകരമായ കേസിൽ 5 വയസ്സായ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും വലിയ ഒരു അന്വേഷണത്തിലൊരു കളി നടന്നു എന്ന് പറയുന്നത് സർ തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ് അത് ആ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതിൽ പ്രതിഷേധം ഞാനും എൻ്റെ പാർട്ടിയും വർക്കൗട്ട് ചെയ്തു. സർ, പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് വണ്ടിപ്പെരിയാറിൽ ഈ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന നിർഭാഗ്യകരമായ സംഭവത്തിൽ
പ്രതി കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയായിട്ടാണ് കാണാൻ കഴിയുക. പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നിരന്തരമായി തുടർച്ചയായി തുടക്കം മുതലുണ്ടായ വീഴ്ച ഒരു തരത്തിലും തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത്രയും ഗുരുതരമായൊരു വീഴ്ചയിലേക്ക് വരാൻ നിസ്സംഗതയോടെ ഗവൺമെൻറ്റും അതിൽ കൈയും കെട്ടി നിന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. സർ, ഇത് ഇത്രയും പ്രതിഷേധാർഹമായ ഒരു സാഹചര്യം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു നിലപാട് ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടാകാതെ പ്രതി രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വാക്കൗട്ടിൽ പങ്കെടുക്കും. സർ, വണ്ടിപ്പെരിയാറിലെ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ടായിരിക്കുന്ന വീഴ്ച ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അതാണ് ആദ്യം ഗവൺമെൻറ് എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനൊരു മുന്നറിയിപ്പ് നൽകുക, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുവാനുള്ള ഇടപെടലെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സർ, ഇതിനകത്ത് ഈ പോക്സോ കേസുകളിൽ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോക്സോ കേസുകൾ ശിക്ഷിക്കപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു. പക്ഷേ ഒരെണ്ണം ഈ വണ്ടിപ്പെരിയാറിലൊരു കേസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റ് ഒരുപാട് കേസുകളിൽ ശിക്ഷ ലഭിക്കുമ്പോഴും ഈ ഒരു കേസിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കളങ്കിതമായൊരു സാഹചര്യം പൊതു കേരള സമൂഹത്തിന് ഉണ്ടാക്കുന്നു എന്നത് ഗവൺമെൻറ് തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇതിൻ്റെ അകത്തൊരു പുനരന്വേഷണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥ പ്രതിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, ദാരുണമായ സംഭവമാണ് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂട്ടറുടെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസ് ഇതുപോലെ പരാജയപ്പെടാനിടയായിരിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കിടെ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പീൽ പോകുമെന്നാണ്. ഈ ദുർബലമായ കേസും കൊണ്ട്, ഈ ദുർബലമായ തെളിവുകൾ കൊണ്ട് അപ്പീൽ പോകുന്നത് പ്രതികളെ വീണ്ടും രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പ്രതികളെ ശിക്ഷിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം സർക്കാരിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അപ്പീൽ പോവുകയല്ല, പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ആ 6 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടുകാരെയും ആ കേസിനെയും രക്ഷപ്പെടുത്താൻ സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ കാര്യത്തിൽ സർക്കാർ തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും ഗുരുതരമായ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും.